ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻഡ്യൂസ് റെസിപ്പി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. വെറും ചിക്കൻ ഫ്രൈ അല്ല, ചീസി ചിക്കൻ ഫ്രൈ ആണ്. ഇത്രയും വലിയ ലെഗ് പീസ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വലിയ ലെഗ് ഫ്രൈ ആണ്. നോക്കാം, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. ആദ്യമായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 400 ഗ്രാമോളം ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ലെഗ് പീസാണ് ചേർത്ത് കൊടുക്കുന്നത്, ബാക്കി ചെറിയ പീസസും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ബോണുള്ള പീസുകൾ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ 4 വെളുത്തുള്ളി വലുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് വെള്ളം, ഇത് വേവിക്കാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം. ഒത്തിരി ഒന്നും ചേർക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കുക, ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ പാകമാണോ എന്ന്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 4-5 വിസിൽ വരെ വരുന്ന രീതിയിൽ ഇത് വേവിച്ചെടുക്കണം. അതേ സമയത്ത് തന്നെ നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലിയ ഉരുളൻകിഴങ്ങായിരുന്നു. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ സ്കിന്നൊക്കെ പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഇതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്കും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതും വേവിക്കാനായിട്ട് നമുക്ക് വെക്കാം, അടച്ചു വെച്ചേക്കാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം 4-5 വിസിൽ വന്നു. അത് കഴിഞ്ഞ് അടച്ചു വെച്ചേക്കുമായിരുന്നു. അതിന്റെ പ്രഷർ എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഓപ്പൺ ആക്കിയതാണ്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ പിച്ചി എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസായിട്ട് കൈകൊണ്ട് തന്നെ ഇതുപോലെ എടുത്താൽ മതി. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഉരുളൻകിഴങ്ങ് നമ്മുടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊരു ഫോർക്ക് വെച്ച് മാഷ് ചെയ്തെടുത്തേക്കുവാണ്. അതിലേക്ക് ചീസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള ചീസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതിലും കുറച്ച് കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടണം. നല്ലപോലെ ചീസി ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ചീസ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഒത്തിരി ചീസ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ചിക്കനും പൊട്ടറ്റോയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിന്റെ പരുവത്തിലേക്ക് നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചെടുക്കണം. ഇപ്പൊ നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ഡവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ബോൺ എടുക്കണം. ഇതാണ് പറഞ്ഞത്, ബോണിന്റെ പീസുള്ള ചിക്കൻ നോക്കി എടുക്കണം എന്നുള്ളത്. നമ്മൾ ഈ ബോൺ കളഞ്ഞിട്ടില്ല. ആ ബോൺ എടുത്തിട്ട് ഇതുപോലെ ഉരുളകളാക്കി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ലെഗ് പീസ് പോലെ തന്നെ റെഡിയാക്കി എടുക്കണം. നല്ലപോലെ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക. ആ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. ഇപ്പം ഇത് ലെഗ് പീസിന്റെ ബോൺ ആണല്ലോ, അത് തന്നെ വേണമെന്നില്ല. ചെറിയ ബോൺസ് ഉണ്ടെങ്കിൽ അതും എടുത്ത് ചെറിയ ഉരുളകളാക്കി ഇതുപോലത്തെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. അപ്പം ഞാൻ 2 എണ്ണം മാത്രമേ ചെയ്യുന്നുള്ളൂ, 2 ലെഗ് പീസിൻ്റെ ബോൺ വെച്ചിട്ട്. അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്, 2 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ബ്രെഡ് ക്രംസ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അടിച്ചു വെക്കണം. പിന്നെ കുറച്ച് കോൺഫ്ലോർ കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ എടുക്കുക. എന്നിട്ട് ഈ കോൺഫ്ലോറിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കോൺഫ്ലോർ വലിച്ചെടുത്തോളും. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അത് മാത്രമല്ല, നമുക്കിത് പൊരിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പി കോട്ടിങ് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് മൊത്തത്തിലൊന്ന് ആക്കി കൊടുക്കുക. എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞേക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിരുന്നാൽ മാത്രം മതി. ഒത്തിരി പൊതിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഈ മുട്ടയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക.
നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ. എന്നിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. ബ്രെഡ് ക്രംസ് കൊണ്ട് ഒരു കോട്ടിങ്ങും കൂടി ചെയ്തെടുക്കണം. ഇത് നല്ലപോലെ ആക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിച്ചിരിക്കണം. ഇപ്പം നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതിൻ്റെ എക്സ്ട്രാ ഉള്ളതെല്ലാം ഒന്ന് തട്ടിക്കളയണം. എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് എണ്ണയിൽ മുഴുവനും കരി പോലെ ആയി വരും. അപ്പോൾ എക്സ്ട്രാ ഉള്ളത് തട്ടിക്കളയുക. ഇതുപോലെ തന്നെ രണ്ടാമത്തതും റെഡിയാക്കി എടുക്കാം. നമ്മുടെ 2 ലെഗ് പീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ ബോൺ ആണെങ്കിലും ഈ ലെഗ് പീസിന്റെ ഷേപ്പിൽ ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അങ്ങനത്തെ ഓയിലാണ് കുറച്ച് നല്ലത്. അപ്പോൾ തീ എപ്പോഴും സിമ്മിൽ വെക്കണം. എന്നിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. ഒത്തിരി ഫ്ലെയിം ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും. ഉള്ളിൽ വേവോ ഇല്ല. ഉള്ളിൽ വെന്തിരിക്കുന്നതാണെങ്കിലും ജസ്റ്റ് ആ ചീസ് ഒന്ന് മെൽറ്റ് ആവണമല്ലോ. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതുപോലെ തിരിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ വന്നാൽ മതി. ഒത്തിരി ഡീപ് ഫ്രൈ ആയി പോവരുത്. കണ്ടല്ലോ, ഇതുപോലെ ഈ ഒരു കളർ ആകുമ്പോഴേക്കും നമുക്ക് കോരി മാറ്റാം. ഇപ്പം 2 എണ്ണവും റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിക്കാം. കണ്ടോ, നല്ല അടിപൊളി ചീസി ആയിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി ചീസി ആവണമെങ്കിൽ ആ ചീസ് ചേർക്കുന്ന സമയത്ത് കുറച്ചധികം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചീസി ചിക്കൻ ഫ്രൈ ഇത് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ പഴയ വീഡിയോസിൻ്റെ ലിങ്കും ഉണ്ട്. നിങ്ങൾക്ക് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് ഇന്നസ് റെസിപ്പി. ബൈ.